2024 വർഷമായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടായിട്ട് നമ്മുടെ കണ്ണൂര് ഉണ്ട് ഇല്ലേ? ഇതിന്റെ ആൽഫബറ്റ് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. ആ എന്നുള്ളതിനെ ഏമാക്കിയത് ബി സി ഡി, അങ്ങനെ 26-27 അക്ഷരം അവിടെ ഉണ്ടായി. ഇനി ഇസ്ലാം മതം ഉണ്ടായിട്ട് 1400 അവരതിനെ ഒരു അറബി രൂപം ഉണ്ടായി. ഇതൊക്കെ അതിലത്തെ ഇന്റലക്ച്വൽ ഫെലോസിന്റെ പണികളാണ്, മനസ്സിലായി? അപ്പോ ഒരു അക്ഷരമാല, അക്ഷരക്രമം ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ 10,000-കണക്കിന് വർഷങ്ങളുണ്ട്, 1-2 വർഷമല്ല. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ആൽഫബറ്റ് രൂപപ്പെട്ട് വരാൻ സാധാരണ രീതിയിൽ 1,00,000 വർഷം എടുക്കുന്നുണ്ടാവും. ആലോചിച്ച് നോക്കും. ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കണം. ഞാൻ ആ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കി. സംസ്കൃതി എന്നല്ല ഇതൊക്കെ, മലയാളം, തമിഴ് എല്ലാം സംസ്കൃതിയിൽ നിന്നുണ്ടായതല്ലേ? സംസ്കൃതം അതുപോലെ ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് ജർമ്മൻ ഉണ്ടായി, അതിൽ നിന്ന് ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് ഭാഷ ഉണ്ടായിട്ട് 2024 എല്ലാം സംസ്കൃതത്തിൽ ഒക്കെ. അപ്പൊ ഈ സംസ്കൃത് എന്നത് ഭാഷ ദേവനാഗിരി ലിപിയാണെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ അന്നത്തെ ഋഷി ബുദ്ധിമാരുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ രൂപത്തിലായി, മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് സംസാരം. മറ്റത് എന്താ വെച്ചാൽ ഇവരെ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നത്? അപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങനെയാക്കി, ഇങ്ങോട്ട് പറയുമ്പോ നോക്കി. അത് ഭാഷയില്ല, ആംഗ്യമാണ്. ആംഗ്യം കൊണ്ട് എത്രയോ 10,000-കണക്കിന് വർഷങ്ങൾ കഴിച്ചു കൂട്ടി. പക്ഷെ എന്നും രാവിലെ ബ്രാഹ്മവകുപ്പില് അന്തരീക്ഷത്തിലെ ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഘടകങ്ങളാണ്. അപ്പൊ ഇത്രയും ഋഷിമാര് തപസ്, മുഖച്ചി, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് വർക്ക് ചെയ്തോളി, മനസ്സിലായില്ലേ? അതാണ് ഇത് ആദിവാണിയായിട്ട് കേൾക്കാൻ കാരണം. ആദിവാണി എന്നുള്ളതിന്റെ പേരെന്നെ ഇതാ, ആദ്യത്തില് കേട്ട ശബ്ദം അതാണ് ആദിവാണി, മനസ്സിലായി? പക്ഷെ പിന്നീട് എത്ര 1000-കണക്കിന് വർഷത്തെ ശ്രമം കൊണ്ടാണ് ഇവര് ആൽഫബറ്റ് ഉണ്ടായത്. ഞാൻ പല ഉദാഹരണം വീണ്ടും പറഞ്ഞു. 2024 വർഷം, 1400 വർഷം മുമ്പ് അറബി ലാംഗ്വേജ് ഉണ്ടാക്കി, മനസ്സിലായില്ലേ? സംസ്കൃതത്തിന് ഹിന്ദി ഉണ്ടാക്കി. അപ്പൊ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സംസ്കൃതം, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ പൂർവികര് ചെയ്ത ഈ രാമായണത്തിന്റെ വർഷം കണക്കാക്കി നോക്കുമ്പോ അന്തം വിട്ടു പോകും. കാരണം ഒരു 1,000,000 വർഷം മുമ്പെങ്കിലും രാമായണം ഉണ്ടായി. ഈ രാമായണം ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് അറിയാം. ഏഷ്യ ഭൂഖണ്ഡങ്ങളിലുള്ള സകല രാജ്യങ്ങളിലുണ്ട്. കംബോഡിയ, വിയറ്റ്നാം, ചെക്കോസ്ലോവാക്യ, മറ്റു ഈ ബർമ, അതിന്റെയൊക്കെ പേരുകൾ ഞാൻ ലേറ്റസ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ സംസ്കൃത ലാംഗ്വേജ് അതിനാണ് ഈ വേദങ്ങൾ ആദ്യം ഉണ്ടായത്. പിന്നീട് അതിന്റെ വേദവ്യാസൻ. അപ്പൊ ഈ മഹർഷിമാരുടെ പരമ്പരകള് അന്നു മുതലേ ഉണ്ട്, ഇന്നുണ്ടല്ലോ. ബുദ്ധി കൂടിയവരുണ്ട്, മണ്ടന്മാരുണ്ട്, ഇല്ലേ? അതന്നുണ്ട്. അപ്പൊ ഈ ബുദ്ധി കൂടിയ ആൾക്കാരുകള് ഇരുന്ന് വർക്ക് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എഴുത്ത് പേനയാവുന്നില്ല, കളിമണ്ണിന്റെ പലകങ്ങളില് അക്ഷരങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതിനെ കൂട്ടി യോജിപ്പിച്ചു. ആദ്യം ഒരു ഉണ്ടാക്കിയത് ഓം അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യദേവം മൃത്യുജം ഹോതാരം രത്നദാതമം. ഇതാണ് ആദിവാണിയായിട്ട് ഇവർ ആദ്യം കഴിഞ്ഞിരുന്നത്. അപ്പൊ ഇതിനെ മനനം ചെയ്തെടുത്ത് ജ്ഞാനത്തിൽ കൂടെയൊക്കെ നോക്കി അങ്ങനെയാണ് ഈ അക്ഷരമാല രൂപം കൊള്ളുന്നത്, മനസ്സിലായി? ഇപ്പൊ ഇന്ന് നമ്മുടെ മലയാളമായാലും സംസ്കൃതമായാലും ഹിന്ദി ആയാലും തെലുങ്കായാലും ഭാരതീയ ഭാഷകൾ മുഴുവനും. അപ്പൊ ഈ ദ്രാവിഡന്മാരെ ആര്യന്മാരെ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് ബുദ്ധിമാന്മാരെ ആര്യന്മാരായിരുന്നു. ആര്യൻസാണ് ദ്രാവിഡരായിട്ട് കൂട്ടിച്ചേർന്ന് ഈ ലാംഗ്വേജ് ഉണ്ടാക്കി. മറ്റേ അതിന് മുമ്പൊക്കെ ആംഗ്യ ഭാഷകൾ ശബ്ദങ്ങള് ഓ ഓ ഓ എന്നൊക്കെ പറയാം. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ മറ്റേ ഹിമ മനുഷ്യന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അതിന്റെ പഠനം നടക്കുന്നുണ്ട്.
ഹിമമനുഷ്യൻ ഉണ്ടോ ഇല്ലയെന്ന് പോലും സംശയം എന്ന് പറയുന്നുണ്ട്. യതി. പക്ഷെ യതിയുടെ ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ അത് ഡീകോഡ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഡീകോഡ് ചെയ്യണം ശരിക്കും ചെയ്യണതേ. അപ്പോ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി വരണമെങ്കിൽ എത്ര 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു എഫർട്ട് ഒന്ന് ആലോചിച്ച് നോക്കും.